ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ഹരിയാന ഹാരിക്കൻ ഷഫാലി വർമ്മയുടെ മിന്നൽ ബാറ്റിംഗിൽ ശ്രീലങ്ക തകർന്നടിഞ്ഞു. 42 പന്തിൽ 11 ഫോറും 3 സിക്സും അടക്കം 79 റൺസാണ് ഷഫാലി അടിച്ചുകൂട്ടിയത്. ഓപ്പണർ സ്മൃതി മന്ദാനയും ജമീമ റോഡ്രിഗസും നിരാശപ്പെടുത്തിയെങ്കിലും ഷഫാലി കളി കൈവിട്ടില്ല. 14-ാം ഓവറിൽ ശ്രീലങ്ക ഉയർത്തിയ 113 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ അനായാസം മറികടന്നു. തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ നടന്ന 3-ാം T20 മത്സരം ജയിച്ചതോടെ പരമ്പര ഇന്ത്യക്ക് സ്വന്തം. തുടർച്ചയായി 3-ാം തവണയും ടോസ് നേടിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ രണ്ടാമതൊന്ന് ആലോചിക്കാതെയാണ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചത്. ഇടവേളയ്ക്ക് ശേഷം ടീമിൽ തിരിച്ചെത്തിയ രേണുക സിംഗും ദീപ്തി ശർമ്മയും ബോളിംഗിന്റെ കുന്തമുനകളായി. രേണുക സിംഗിന്റെ ആദ്യ ഓവറിൽ 12 റൺസ് ശ്രീലങ്ക നേടിയെങ്കിലും പിന്നീട് അങ്ങോട്ട് റൺവേട്ടയുടെ വേഗത കുറഞ്ഞു. 2-ാം ഓവറിൽ 2 വിക്കറ്റ് നേടിയ രേണുക സിംഗ് ആകെ മൊത്തം 4 വിക്കറ്റ് നേടിയതോടെ കളിയിലെ താരമായി മാറി. അതേസമയം 3 വിക്കറ്റ് നേടിയ ദീപ്തി ശർമ്മ 151 വിക്കറ്റുകൾ നേടി T20യിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരമെന്ന പദവിയിൽ ഓസ്ട്രേലിയയുടെ മേഗൻ സ്കൗട്ടിനൊപ്പം എത്തി. ഞായറാഴ്ചയാണ് ശ്രീലങ്കയുമായുള്ള 4-ാം മത്സരം. വിശാഖപട്ടണത്ത് കണ്ടുമറന്ന അതേ തകർപ്പൻ പ്രകടനമാണ് കാര്യവട്ടത്തെ മണ്ണിലും ഇന്ത്യൻ വനിതാ ടീം പുറത്തെടുത്തത്. ഷഫാലി വർമ്മയുടെ കരുത്തുറ്റ ബാറ്റിംഗ് പ്രകടനവും ദീപ്തി ശർമ്മയുടെയും രേണുക സിംഗിന്റെയും തിരിച്ചുവരവും ആ വിജയത്തിന്റെ മാറ്റുകൂട്ടി. കാര്യവട്ടത്ത് നിന്നും ക്യാമറമാൻ ഷിബു ചേടിച്ചേരിക്കൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം.